അമ്മയുടെ അടുത്ത് ചെലവാക്കിയ വിദ്യകളൊന്നും എന്റെ അടുത്ത് വില പോവില്ല. കാശില്ലെങ്കിലേ നക്കാൻ ഇറങ്ങരുത്. മോളെ അപമാനിക്കരുത്. കൈ കാശില്ലാതെ വയറും വാടകയ്ക്ക് എടുത്തോണ്ട് കഴിക്കാൻ ഇറങ്ങുന്നേ നിങ്ങൾക്കൊക്കെ എന്ത് അഭിമാനം ഉണ്ടെന്നാ? മോളെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് മൂക്കുമുട്ട തട്ടിയിട്ട് അരിയാട്ടാം ഉഴുന്നാട്ടാന്നൊക്കെ പറയുന്ന പതിവ് നമ്പരൊന്നും ദേ ഇവിടെ ചെലവാവില്ല. അതിനൊക്കെ ഇവിടെ കാശ് കൊടുത്ത് ഞാൻ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. തൽക്കാലം നിങ്ങളെ എച്ചിൽ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് പൊക്കോ. അതൊന്നും മുതലായിട്ടല്ല. നാളെ മുതല് ഈ പരിപാടിയായിട്ട് ദേ ഈ വഴി വന്നേക്കരുത്. പോ. രാജി പോയി ആ എച്ചിൽ പാത്രങ്ങളൊക്കെ എടുത്ത് അയാൾക്ക് ഇട്ടുകൊടുക്ക്. ശാരദാമ്മയുടെ പറ്റുബുക്കെടുത്ത് നോക്കിയാൽ അറിയാം. അതില് പകുതിയിലധികം പേജ് എനിക്ക് വേണ്ടിയാ മാറ്റി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ തരുന്നതോ 10-100. അതെ, ശങ്കരേട്ടനല്ലേ പറഞ്ഞത് ഇവിടത്തെ ഭക്ഷണത്തിന് അമ്മയുടെ സ്നേഹത്തിന്റെ രുചിയുണ്ടെന്ന്. അമ്മ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് കണക്ക് വയ്ക്കോ? ശങ്കരേട്ട 1-2 പാത്രം കഴുകി വെച്ചാൽ മതി. ബാക്കി ഞാൻ കഴുകിക്കൊള്ളാം. വേണ്ട രാജി, കാശ് കൊടുക്കാണ്ട് കഴിച്ചതല്ലേ, ഞാൻ തന്നെ കഴുകി വെച്ചോളാം. ഈ ശാരദാമ്മ ഇതെവിടെ പോയി? എനിക്കറിയില്ല. ഇതൊരു ഹോട്ടലാണല്ലോ, ഒന്ന് കയറി നോക്കാല്ലേ. ഹലോ. ഇല്ല, നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഞാൻ വിളിച്ചോളാം. അതെ, ഇന്ന് കുറച്ച് ഓർഡർ കൂടുതൽ വരുന്നുണ്ട്. നല്ല ഫാസ്റ്റായിട്ട് നിന്നോണേ. ഇതിൽ പരം ഫാസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് എങ്ങനെയാ സാറേ? ആ ബംഗാളിയാണെങ്കിൽ ഇന്നും വന്നില്ല. കൂട്ടത്തിൽ ജോലി അറിയുന്നത് അവന് മാത്രമേ ഉള്ളൂ. അവനോട് പോയി രാവിലെ ജോലിക്ക് വന്നില്ല. ഞാൻ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. കൂടുതൽ കാശ് കിട്ടുമെന്ന് പറഞ്ഞ് വേറെ ഏതെങ്കിലും കടയിൽ ജോലിക്ക് കയറി കാണും. ഇവന്മാരൊക്കെ അങ്ങനെയാണല്ലോ. ഇതിപ്പോ എത്രാമത്തെ ആളാണോ? ഇവിടെ അങ്ങനെ എഗ്രിമെന്റ് ഒന്നും ഇല്ലല്ലോ, എപ്പോ വേണേലും പോവാം. ഈ ഓൺലൈനിൽ വന്ന ഓർഡറൊക്കെ ഇനി എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യാനുള്ള സമയവും കഴിഞ്ഞു. സാറിനോട് ഞാൻ ഒരു കാര്യം പറയാം. ആരെങ്കിലും ജോലിക്ക് വെക്കുന്നെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ ആരെങ്കിലും ജോലിക്ക് വെക്കേ.
അതാവുമ്പോ ഒരു വ്യവസ്ഥ ഉണ്ടാവും. പണി നിർത്തിപ്പോയാ നമുക്കൊന്ന് അന്വേഷിച്ച് പോവെങ്കിലും ചെയ്യാലോ. പ്രായമായ സ്ത്രീകളാണെങ്കിൽ അത്രയും നല്ലത്. അവർക്ക് ജോലിയും അറിയാം, പെട്ടെന്ന് ചാടി പോവത്തുമില്ല. പിന്നെ കാശ് കൂടുതൽ കൊടുക്കണമെന്ന് മാത്രം. കാശ് എത്ര വേണേലും കൊടുക്കാം. താൻ ആദ്യം ഒരാളെ സംഘടിപ്പിച്ചോണ്ട് വാ. നമസ്കാരം സാർ. അതെ, ഫുഡ് ഐറ്റംസ് ഒന്നും ആയിട്ടില്ല. 11 മണി കഴിയും. ഞാൻ കഴിക്കാൻ വന്നതല്ല സാർ. പിന്നെ ഇവിടെ എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അന്വേഷിച്ച് വന്നതാ. ക്ലീനിങ്ങിനാണെങ്കിൽ ഇവിടെ സ്ഥിരമായിട്ടൊരാളുണ്ട്. ഇവിടെ കുറെ സ്ഥാപനങ്ങളിൽ ഒരാളാ സ്ഥിരം ക്ലീനിങ് ജോലി ചെയ്യുന്നത്. അടിക്കാനും തുടയ്ക്കാനും ഒന്നല്ല, പാചകത്തിന് ആളെ ആവശ്യമുണ്ടെങ്കിൽ. കുക്കിങ്ങിനോ? ആ അതിന് നിങ്ങൾക്ക് ഹോട്ടലിൽ പാചകം ചെയ്ത് പരിചയമുണ്ടോ? ആ ഉണ്ട് സാർ. 19 കൊല്ലമായിട്ട് ഞാനൊരു ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊക്കെ ഉണ്ടാക്കാൻ അറിയാം? ആ ഹോട്ടലിലെ വിഭവങ്ങളെല്ലാം ഞാനാ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഒരുപക്ഷെ സാറ് കേട്ടിട്ടുണ്ടാവും, കുടുംബശ്രീ എന്നാ ഹോട്ടലിന്റെ പേര്. ഹോട്ടലിന്റെ പേരൊന്നും ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളുടെ പേരെന്താ? ശാരദ. ശാരദ അമ്മ ശമ്പളം എത്ര പ്രതീക്ഷിക്കുന്നത്? അത് നിങ്ങളെന്റെ ജോലി കണ്ട് ബോധ്യപ്പെട്ടിട്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി അന്വേഷിച്ചു. ഒരിടത്ത് ഒഴിവില്ലെന്നാ പറയുന്നത്. ഇവിടെ ഇപ്പോ ഒരു ഒഴിവുണ്ട്. നിങ്ങളുടെ ജോലിയും പാചകവും ഒക്കെ നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. സേതേ, ആ കിച്ചൺ ഒന്ന് കാണിച്ചു കൊടുക്ക. എന്റെ കൂടെ വാ. ശരി സർ. വരൂ. ഹോ, കുക്കിന്റെ കാര്യത്തിലുള്ള തലവേദന ഒഴിഞ്ഞെന്ന് തോന്നുന്നു. ആ ബാഗ് അവിടെ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തേ നോക്കട്ടെ. സാറേ, ഇത് ഇവിടെ ചിക്കൻ ഡിഷസ് മാത്രമേ ഉള്ളൂ. പല വെറൈറ്റി അൽഫാം, ചിക്കൻ റാപ്പ്, ഷവായ് ചിക്കൻ, ഫ്രൈഡ് ചിക്കൻ, ഷവർമ, ചിക്കൻ സാൻഡ്വിച്ച്, അങ്ങനെ പല ഐറ്റംസും ഉണ്ട്. എന്താ ബുദ്ധിമുട്ടാണോ? ശരി, കൗണ്ടറിലേക്ക് വാ. അതെ സാറേ, അവര് ശരിയാവില്ല. ചിക്കൻ കണ്ടപ്പോ അവർക്ക് ഛർദ്ദിക്കാൻ വരിക. നമുക്കിവിടെ സാമ്പാറും പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നിങ്ങൾ എത്ര വർഷമായിട്ട് ഹോട്ടൽ നടത്തുന്ന പറഞ്ഞേ? 19 വർഷം. എന്നാ 19 വർഷമായിട്ട് കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ശാരദാമ്മയ്ക്ക് ഇവിടെ ജോലിയില്ല. സാർ, കാരണം എന്താന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണുമല്ലോ. എന്നാ പൊയ്ക്കോ. സാറേ, അവരുടെ കുഴപ്പമല്ല. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ജന്മങ്ങളുണ്ട്.
ഉണർന്നോ? ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കിയപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ തലവേദന ആയതുകൊണ്ട് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചു. നല്ലതുപോലെ ഉറങ്ങാൻ പറ്റില്ല അർജുനേട്ടാ. ഇടയ്ക്ക് ഓരോന്ന് കണ്ട് ഞെട്ടി ഉണരും, തളർന്ന് വീണ്ടും ഉറങ്ങും, പിന്നെ ഉണരും, അങ്ങനെ. അത് മനസ്സിൽ ഓരോ അനാവശ്യ ചിന്തകൾ കിടക്കുന്നുണ്ടാ. ഒന്നും ആലോചിക്കാതെ സമാധാനമായിട്ട് കിടന്നുറങ്ങണം. അതിന് കഴിയണ്ടേ? തലവേദന കുറവുണ്ടോ? കുറവുണ്ട്. കഴിഞ്ഞതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. ഒരുപാട് സ്ട്രെയിൻ എടുക്കണ്ടെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്നാലും അർജുനേട്ടാ, ഇനിയൊരു രാത്രി കൂടിയല്ലേ നമുക്കുള്ളൂ. രോഹിത്തിന്റെ കേസില് നാളെ കോടതിയിൽ മൊഴി നൽകേണ്ടതല്ലേ ഞാൻ? ഒന്നും ഓർമ്മ വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ? അതൊന്നും സാരമില്ല. നമുക്ക് ആ കേസിന്റെ വിധി അങ്ങനെയാണെങ്കിൽ അങ്ങനെ. യഥാർത്ഥ കേസുകളിൽ എത്രയോ പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോയിട്ടുണ്ട്. എന്നാലും ഞാൻ കാരണം എന്റെ അർജുനേട്ടൻ ആദ്യമായിട്ടൊരു കേസ് തോൽക്കില്ലേ? അത് മാത്രമല്ല അർജുനേട്ടാ, എല്ലാവരെയും കബളിപ്പിച്ച് സുസ്മിത എന്ന രാക്ഷസി നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടില്ലേ? മാപ്പർഹിക്കാത്ത തെറ്റ് ചെയ്തവളല്ലേ അവള്? മേ കം ഇൻ? കം ഇൻ. നീയോ? നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ പ്രീതിക്ക് ചായ എടുത്തോണ്ട് വന്നതാ. അതിന് പൊന്നിയില്ല ഇവിടെ. നിന്നെ ആരാ ഇവിടെ ഇതൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്? ഞാനിവിടെ വെറുതെ നിൽക്കല്ലേ അർജുനേട്ടാ. വെറുതെ ഭക്ഷണം കഴിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് കിച്ചണിൽ പൊന്നിയെ സഹായിക്കുന്നുണ്ട്. അർജുനേട്ടന്റെ ഇപ്പോഴത്തെ ദേഷ്യത്തിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. എനിക്കെതിരെ എന്തോ ഗൂഢാലോചന നടക്കായിരുന്നില്ലേ ഇവിടെ? ഒരു ശത്രുപാളയത്തിൽ വന്നുപെട്ട അവസ്ഥയിലാണ് ഞാൻ. എവിടെ നോക്കിയാലും എനിക്കെതിരെയാ ഗൂഢാലോചന. ഇവിടെ അർജുനേട്ടനും പ്രീതിയും തമ്മിൽ, വേറൊരിടത്ത് വിഷ്ണുവേട്ടനും ശാലിനി, മറ്റൊരിടത്ത് അങ്കിള്, കിച്ചണില് പിള്ളച്ചേട്ടനും പൊന്നി. ഭാമാന്റെ പോലും എന്നെ അടുപ്പിക്കുന്നില്ല. ഇതിലും ഭേദം നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ജയിലിൽ പോയി കിടക്കുന്നത് തന്നെയാന്നാ എനിക്ക് തോന്നുന്നത്. നേരത്തെ പരിചയമില്ലാത്തൊരായതുകൊണ്ട് അവിടെ ഒരാളെങ്കിലും എന്നോട് മിണ്ടാനോ ചിരിക്കാനോ ഉണ്ടാവുമല്ലോ. എന്നെ ശിക്ഷിക്കണമെന്നല്ലേ എല്ലാവരുടെയും ആഗ്രഹം. പ്രീതി വിചാരിച്ചാൽ അതിനും സാധിക്കും. അർജുനേട്ടനല്ലേ രോഹിത്തിന്റെ വക്കീൽ. രോഹിത്തിന്റെ മൊഴി അതുപോലെ തന്നെ താൻ കണ്ടതാണെന്ന് കോടതിയിലങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. സാക്ഷിമൊഴി എന്ന് പറഞ്ഞ് കോടതി എന്നെ ശിക്ഷിക്കും. അർജുനേട്ടൻ കേസിൽ ജയിക്കുകയും ചെയ്യും. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം സാധിക്കും. ഒരു പെണ്ണെന്ന നിലയിൽ പ്രീതിക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന തന്നെ എന്റെ വിശ്വാസം. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ ശത്രുതയിലായി കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു പക ലോകത്തില്ല. രോഹിത് എന്നെ കല്യാണം കഴിക്കുന്നത് തന്നെ അച്ഛൻ മരിച്ചതിന്റെ പക ഉള്ളിൽ വെച്ചായിരുന്നു എന്ന് ആലോചിക്കണം. ആ രോഹിത്തിന് പക തീർക്കാൻ വേണ്ടി എന്തും പറയാം. കൊല്ലാൻ ശ്രമിച്ചെന്നോ കൊന്നെന്നോ. നീ എന്താ വക്കീലിനെ വാദം പിടിപ്പിക്കുകയാണോ? അയ്യോ, വാദിക്കാൻ ഞാനാരാ? ഇവിടെ എല്ലാരോടും എനിക്ക് വല മുറുക്കിയിരിക്കല്ലേ. ഞാനൊറ്റ, ഭർത്താവോ അമ്മയോ പോലും ഇല്ല കൂട്ടിന്. ആകെ ആശ്രയമായിരുന്ന ഭാമാന്റെ ഇപ്പൊ ശത്രു. അപ്പോ
രോഹിത്തിനെ കൊല്ലാൻ അടിവാര സെറ്റിൽമെന്റ് കോളനിയിൽ പോയ വിജയൻ എന്ന പോലീസുകാരനോ ആരടി? ആ, ഇതൊക്കെ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്നല്ലേ അർജുനേട്ടാ. ഞാനാ രോഹിത്തിനെ കൊല്ലാൻ പറഞ്ഞു വിട്ടെന്ന് വിജയൻ പറഞ്ഞോ? ആ വിജയനെ നേരിട്ട് വിളിച്ചു വരുത്തി ചോദിച്ചാൽ തെളിയിക്കാവുന്നതല്ലേ ഉള്ളൂ ഇതെല്ലാം. നമ്മളൊക്കെ ഒന്നിരുന്ന് സംസാരിച്ചാൽ തീരാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോ കോടതി വരെ എത്തിച്ചു. ഞാൻ രാക്ഷസിയാണല്ലോ. എനിക്കൊന്നേ പറയാനുള്ളൂ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ രോഹിത്തിനെ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് തള്ളിയിട്ടുന്ന് നാളെ പ്രീതി കോടതിയിൽ പറയാൻ പോകുന്നില്ല. കാരണം അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അത് രോഹിത്ത് മെനഞ്ഞൊരു കഥ മാത്രമാ. ഇല്ലാത്തൊരു കാര്യം എങ്ങനെയാ നടന്നതായിട്ട് ഓർമ്മിച്ചെടുക്കുന്നേ? കോടതിയില് സത്യം മാത്രല്ലേ വിജയിക്കൂ അർജുനേട്ടാ. ചായ അവിടെ വെച്ച് അവിടെ വെച്ചേക്കാൻ. അർജുനേട്ടന് വേണോ ചായ? വേണ്ട. എന്നോടുള്ള ശത്രുത ചായയോട് വേണ്ട കേട്ടോ. ഞാൻ കുറെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അർജുനേട്ടാ, ആ ചായ എടുക്ക്. നീ അവള് പറഞ്ഞൊക്കെ വിശ്വസിച്ചോ? ചിലപ്പോ അവൾ പറയുന്നതെല്ലാം സത്യമാണെന്ന് തോന്നുന്നു അർജുനേട്ടാ. ഞാൻ കോമയിലേക്ക് വീഴുന്നതിന് മുൻപേ എന്റെ അവസാനത്തെ ഓർമ്മ സുസ്മിതയും രോഹിത്തും പ്രണയിച്ച് നടക്കുന്നതാ. ഇനി സുസ്മിത പറഞ്ഞതുപോലെ അത് രോഹിത് അവളോടുള്ള വിരോധം കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ ഒരു കഥ മാത്രമാണെങ്കിലോ? നാളെ നീ കോടതിയിൽ ഒന്നും പറയാൻ പോകുന്നില്ല പ്രീതി.